വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ. The queen of Indian Idol season 16, Amrita Rajan, is on the Great Indian Circus. Welcome, Amrita. Yay, thank you. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ ചെക്ക് ചെയ്യണമല്ലോ. അപ്പൊ ചെക്ക് പറഞ്ഞിട്ട് നൈസായിട്ട് പാടി ചെക്ക് ചെയ്തു. Okay. കല്യാണ വീട്ടിൽ നിൽക്കണ പോലെ അല്ലല്ലോ മരിച്ച വീട്ടിൽ പോയി നിൽക്കുമ്പോ. ഹായ് ശ്രേയ മാം, ഹായ് വിശാൽ സാറ്, ഹായ് വാത്സൽ സാറ്, ഇങ്ങനെയായിരുന്നു. അല്ലാതെ ശ്രേയ മാം ഇങ്ങനെ അല്ലായിരുന്നു. ഇത് എവിടെന്നാ കിട്ടിയേ? Research. ജിയ ജലേ ജാൻ ജലേ. അമൃത, യു ഹാവ് ഓൾറെഡി ഫെയിൽഡ് ഇനഫ്. ആ സമയത്തൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നീ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് നമ്മളെ കോൺഫിഡൻ്റ് ആക്കിയില്ലെങ്കിൽ വേറെ ആരും ഇല്ല, വേറെ ഒന്നും ഇല്ല ഈ ലോകത്ത്. ഒരു ഭാഗ്യമാണ് ഷോയിൽ നിന്ന് നേരത്തെ എലിമിനേറ്റ് ആയാലും ആളുകളുടെ ഇത്രയും സപ്പോർട്ടും സ്നേഹവും കിട്ടാന്നുള്ളത്. വിടാന്നുള്ള സംഭവം ഒന്നും അപ്പ ഇല്ല. ഞാൻ പിന്നെ അങ്ങ് പോവല്ലേ. സുഖമായിട്ടിരിക്കണം, സുഖം, ഹാപ്പി ആയിട്ടിരിക്കണം. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ഒരു മലയാളി വരുന്നു, പിന്നെ വൈറലാവുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ഓൾ ദ മലയാളീസ് പ്രൗഡ്. താങ്ക് യു. നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ സർക്കസിന്റെ. നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഗസ്റ്റിന് മധുരം കൊടുക്കും. ഓക്കെ. ശ്രേയ ഘോഷൽ പറഞ്ഞ ക്യൂനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വി ആർ സോ ഹാപ്പി ടു ഹാവ് യു ഓൺ ദ സെക്കൻഡ് എപ്പിസോഡ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഗംഭീര കോൺഫിഡൻസ് ആണ്. ഗംഭീര കോൺഫിഡൻസ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഈശ്വര ഈ ധൈര്യത്തിന്റെ പകുതി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് എവിടെ എത്തിയാണെന്ന് ഞാൻ ആലോചിക്കും. അത്രയ്ക്കും വലിയ കോൺഫിഡൻസ് ആണ്. അത് വൈറലാക്കിയിട്ടുള്ള എനിക്ക് തോന്നുന്നു 114 മില്യൺ വ്യൂസ് ആണ് ആ ഫസ്റ്റ് ഓഡിഷൻ ദാറ്റ് മേഡ് യു വൈറൽ. ആ സമയത്ത് എത്രയായിരുന്നു ഫോളോവേഴ്സ് അത് വൈറലാവുന്നതിന് മുമ്പ് ഇൻസ്റ്റഗ്രാമില്? ഞാൻ ഇന്ത്യൻ ഐഡലിൽ പോണ സമയത്ത് 11K എന്തോ ആയിരുന്നു. ഇപ്പൊ അത് 973. ഓർമ്മയില്ല, സംതിങ് ലൈക്ക് 980 ആയി തോന്നുന്നു. ഞാൻ ഇന്നലെ നോക്കുമ്പോൾ 973 ആയിരുന്നു. ഓക്കെ. ഇന്നത് 980 വൺ ഡേ. ഓ ഗ്രേറ്റ്. എനിക്ക് ആ ആദ്യത്തെ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങണം. കാരണം ഒന്ന് ആ കോൺഫിഡൻസിന്റെ കാര്യം, രണ്ട് ശ്രേയ ഘോഷൽ ഉണ്ട്, വിശാൽ ഉണ്ട്, ബാദ്ഷ ഉണ്ട്, കംപ്ലീറ്റ് ടീം ഉണ്ട്. ടെൽ മീ അബൌട്ട് ആ ഒരു മൊമെന്റ്, ആ സൗണ്ട് ചെക്ക്, ശ്രേയ ഘോഷൽ എന്നുള്ള വൈബ്, അത് വിശാൽ പറഞ്ഞൊരു കാര്യം. തേർഡ് ഡേ ആയിരുന്നു എൻ്റെ ഓഡിഷൻ. അതും ഏറ്റവും രാത്രി ഇൻ ദ സെൻസ് രാവിലെ മുതൽ ഓഡിഷൻസ് നടക്കുവാണല്ലോ. രാവിലെ തുടങ്ങി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രാവിലെ മുതൽ വേറെ അല്ലാതെയും കുറെ ഷൂട്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ എൻഗേജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വേറെ സ്ഥലത്ത് ഇങ്ങനെ ഓഡിഷൻ നടക്കുക, അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ആദ്യ ദിവസം ഭയങ്കര ജിൽജിലായിട്ട് ഇങ്ങനെ നിൽക്കുക, ഭയങ്കര കട്ട എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ ഇത് വന്നു. അപ്പൊ എന്റെ പുറത്താണ് സെറ്റ് ഇട്ടേക്കുന്നത്. അത് ആക്ച്വലി അത് ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ആണ്. ഓക്കെ. അപ്പൊ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്, കൊള്ളാലോ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. മുംബൈയിലാണോ? മുംബൈയില്. അപ്പൊ ഇങ്ങനെ ചെറിയ മഴയൊക്കെ ഉണ്ട്, നല്ല ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എക്സൈറ്റ്മെന്റ് ആണ് എന്റെ ബോഡി കൂടെ ഇങ്ങനെ മറ്റേ ഇതായിട്ട് വരുന്നത്. അപ്പൊ പാടാൻ പറ്റില്ലല്ലോ നമുക്ക് ജസ്റ്റ് എന്തിനും ചെക്ക് ചെയ്യണ്ടേ, പാടാൻ പറ്റൂല. അപ്പൊ ഇത് ചെക്ക് ചെയ്യണമല്ലോ. അപ്പൊ ചെക്ക് പറഞ്ഞിട്ട് നൈസായിട്ട് പാടി ചെക്ക് ചെയ്തു. ഈ ശരിക്കും പറഞ്ഞ മലയാളിയാണ്, അതിന്റെ കൂടെ തന്നെ ഒരു നാഷണൽ സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് ലാംഗ്വേജ് നമുക്ക് ഭയങ്കര ബാരിയർ. ഹിന്ദി ആ സമയത്ത് കറക്റ്റ് ആയിട്ട് അറിയായിരുന്നോ? അവിടെ എന്താണോ നിങ്ങൾ കേട്ടത് അതൊക്കെ തന്നെയായിരുന്നു. ആക്ച്വലി സെക്കൻഡ് എക്സ്പീരിയൻസ് ആണല്ലോ നാഷണൽ ടെലിവിഷനിൽ. കളേഴ്സ് ടിവിയിലും ഒരു ഷോയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോ സോണിയിൽ വന്നു. ഇവിടെയാണ് കുറച്ചുകൂടെ ബ്രേക്ക് വന്നതെന്ന് തോന്നുന്നു അല്ലേ? ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫാമിലിയിൽ ഒട്ടും സമ്മതിക്കില്ലായിരുന്നു, BDS മാത്രം പഠിച്ചാൽ മതി, മ്യൂസിക് ഫോളോ ചെയ്യേണ്ട, വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഓഡീഷനൊക്കെ പോയെന്നുള്ളത്. ഏതോ റൈറ്റപ്പിലാണ് ഞാൻ വായിച്ചത്. ആക്ച്വലി ട്രൂ ആണോ? കടിച്ചു പൊട്ടിക്കുന്ന പോലെ അത്ര സിമ്പിൾ ആയിരുന്നു?
വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടാൻ സിമ്പിൾ ആയിരുന്നു. നമ്മുടെ നാട്ടിൽ ഉം. ഇന്ത്യ ആണെങ്കിലും കേരളം ആണെങ്കിലും നമ്മളൊരു ഒരു നമ്മളൊരു സിസ്റ്റത്തിലാണല്ലോ, ഒരു പേട്രിയാർക്കൽ സിസ്റ്റത്തിലാണ് നമ്മളെല്ലാവരും കണ്ടീഷൻഡ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ പേരൻസിനെ കുറ്റം പറയാൻ പറ്റൂല. അവർ ആ രീതിയിൽ കണ്ടീഷൻഡ് ആയിരുന്നു. അപ്പൊ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ടല്ലോ, ആ സർക്കിൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിന്റെ ഭാഗമായിട്ട് ഞാൻ മ്യൂസിക് ചൂസ് ചെയ്യണു, അത്രേ ഉള്ളൂ. പക്ഷെ സമ്മതിച്ചില്ല. അത് അത്രയും കണ്ടീഷൻഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് എന്നാ നമ്മള് പൊക്കോ എന്ന് പറയില്ലല്ലോ. അപ്പൊ കുഴപ്പമില്ല, അതൊരു ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ, അതിന്റെ ഒരു പാർട്ടായിട്ട് ഇപ്പൊ കാണുന്നു. ഓക്കെ, അന്ന് നമ്മള് ഈ ഇവന്റ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് പോകുന്ന സമയത്ത് പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ഇപ്പോ ഇന്ന് 7 മാസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? പോവാൻ നേരത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, അവർക്ക് കാര്യമോ എക്സൈറ്റ്മെന്റോ കാര്യങ്ങളൊന്നും അങ്ങനെ ഞാൻ കണ്ടില്ലായിരുന്നു. അച്ഛനങ്ങനെ വല്ല കാര്യമായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല പോകുന്ന സമയത്ത്. പോണോ അത്രേ ഉള്ളൂ. വിട്ടു ലാസ്റ്റ് വിടാന്നുള്ള സംഭവം ഒന്നും അപ്പ ഇല്ല. ഞാൻ പിന്നെ അങ്ങ് പോവല്ലേ. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ അച്ഛനും അമ്മയൊക്കെ ഷോയിൽ വന്നല്ലോ ഇവിടെ. അപ്പൊ ആ ഒരു സമയമായപ്പോഴേക്കും ആളുകളൊക്കെ അറിയാൻ തുടങ്ങിയല്ലോ. അപ്പൊ അച്ഛൻ അന്വേഷിച്ച് കടയിൽ അച്ഛന്റെ ഷോപ്പിലൊക്കെ വരാൻ തുടങ്ങി. അപ്പം മുതൽ അച്ഛന് ഭയങ്കര സന്തോഷം. അപ്പൊ അച്ഛന് ഇപ്പോഴും ഭയങ്കര സന്തോഷം. When you're going outside Kerala, പുറത്ത് പോയി കഴിഞ്ഞ് മലയാളീസ് എന്തെങ്കിലും അച്ചീവ്മെന്റ് ഒക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡാ. നമുക്ക് ഒരു ബന്ധമില്ല, ഒരു പരിചയം ഇല്ലെങ്കിൽ സ്റ്റിൽ വി ഫീൽ സോ ഹാപ്പി ഫോർ ദാറ്റ് പേഴ്സൺ. അങ്ങനെ അമൃത ഒരു ഭയങ്കര ഒരു പ്രൊട്ടക്ഷൻ, മലയാളികളുടെ ഒരു ഷീൽഡിലായിരുന്നു ഇത്രയും കാലം. ഈ വാംത ലവ് എങ്ങനെയാ ഇൻഫ്ലുവൻസ് ചെയ്തേ ഓൺ സ്റ്റേജ്? ഞാൻ അങ്ങനെ സ്നേഹത്തിനെ വേർതിരിച്ച് കണ്ടിരുന്നില്ല. എല്ലാ ഭാഗത്തുനിന്നുള്ള എല്ലാരും ഇന്ത്യക്കാരാണല്ലോ. അപ്പൊ എല്ലാരെയും മനുഷ്യരുടെ സ്നേഹം, ഇന്ത്യക്കാരുടെ സ്നേഹം അല്ലെങ്കിൽ അങ്ങനെ കാണുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അവിടെ നിൽക്കാൻ നേരത്ത് നമ്മുടെ ഒരു ചെറിയ കമന്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു കമന്റ് ഭയങ്കര ഒരു ഇത് തരും, ഒരു ജിൽ ഫയർ തരും. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. ഈ കമന്റും ഫോളോവേഴ്സിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഓരോ ദിവസം ഓരോരുത്തർ ഫോളോ ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, മെസ്സേജ് ചെയ്യുന്നു, വീഡിയോ കോൾ വരുന്നു. അതിലേക്ക് ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും ആദ്യം ഒരു സെഗ്മെന്റിലേക്ക് പോകാം. ഓക്കെ, ഈ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സിറ്റുവേഷൻ പറയും. ഈ സിറ്റുവേഷനിൽ അമൃത രാജൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, പാടാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതായിരിക്കും പാടണം. ഒരാള് പുതിയതായിട്ട് ഒരു റിലേഷൻഷിപ്പിലാണ്. വാട്ട് സോങ് വിൽ യു സിംഗ്? ഓർ ഒരു ചെറു കസവിഴത്തുന്നു കിരണമേ ഈ ഹൃദയവാതിലിൽ പഴുതിലും മുഴുകി വരൂ. അടിപൊളി. ഓക്കെ, ഇനി റിലേഷൻഷിപ്പ് ആയി ഒരു 5 വർഷം കംപ്ലീറ്റ് ചെയ്തു. അപ്പോ 5th ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാണ് റിലേഷൻഷിപ്പിന്റെ. ഏത് ലാംഗ്വേജ്? മലയാളം തന്നെ വേണമെന്നില്ല കേട്ടോ. ജിയ ജലേ ജാൻ ജലേ കല്യാണം ചെറുതായിട്ട് പറഞ്ഞുണ്ടാവും. സമയം കളയണ്ടല്ലോ. പാടിക്കോ. തെറ്റാണോ അറ്റാണോ? പുഞ്ചിരി തഞ്ചി കൊഞ്ചിക്കോ മുന്തിരി മുത്തുളി ചിന്തിക്കോ മഞ്ചണി പറഞ്ഞ ചന്ദ്രി. ഓക്കെ, ബ്രേക്കപ്പ് ആയി. ഓൺ ദ ബ്രേക്കപ്പ് സ്പോട്ട്. അതായത് ഇപ്പൊ ബ്രേക്കപ്പ് പറഞ്ഞു. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഞാൻ മാഞ്ഞു പോയാണോ? ഞാൻ മാത്രം, കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ബ്രേക്കപ്പ് കഴിഞ്ഞു, ഒട്ടും മറക്കാൻ പറ്റുന്നില്ല, അതാണ് സിറ്റുവേഷൻ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഓ അടിപൊളി, അതാണ് എനിക്ക്. ഓക്കെ, ഇനി സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ്. യു ആർ ജസ്റ്റ് ഹാപ്പി, ഫീലിംഗ് വെരി ഹാപ്പി, ബ്ലിസ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ സോങ്? മസക്കലി മസക്കലി ഉടുമടക്കലി മടക്കലി മസക്കലി മസക്കലി ഉടുമടക്കലി മടക്കലി. ഹൈ എനർജിയിലിരിക്കുകയാണ്. ഏത് പാട്ടായിരിക്കും? വിയർപ്പ് തുന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ ഇപ്പൊ റീസെന്റ്
കേട്ടോണ്ടിരിക്കുന്ന എനർജി എനർജി വരുന്നതാണ്. മാറൂട്ടോ, അത് ആഴ്ചയായിട്ട് മാറും. ആ ഇപ്പൊ ഇത് ഓർമ്മ വന്നു. ഇത്ര പാട്ടായിരിക്കുമല്ലോ ഒരേ സമയത്ത് ഇത്ര നമ്മുടെ തലയിൽ കൂടെ പോണേ. ഓക്കെ, ലാസ്റ്റ് സിറ്റുവേഷൻ ആണ്. മോട്ടിവേഷൻ വേണ്ടി കേൾക്കുന്ന ഒരു പാട്ട്. ഞാൻ എൻ്റെ ഒരു പാട്ടുണ്ട്, ഞാൻ സ്വന്തമായിട്ട് എഴുതിയൊരു പാട്ട്. കടലിനാഴം. അല്ല, അപ്പൂപ്പന്താടി എന്നാണ് എൻ്റെ പേര്. ആ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ തന്നെ പാട്ട് കാറ്റത്ത് പാറുന്നൊരപ്പൂപ്പന്താടി പോൽ ഞാനും പറക്കുന്നേ ഇക്കൂട്ടത്തിൽ. കാറ്റത്ത് പാറുന്നൊരപ്പൂപ്പന്താടി പോൽ ഞാനും പറക്കുന്നേ ഇക്കൂട്ടത്തിൽ. എന്തിനെന്നറിയില്ല, ഏതിനെന്നറിയില്ല, എങ്ങോട്ടെന്നറിയില്ല. എന്തിനെന്നറിയില്ല, ഏതിനെന്നറിയില്ല, ഇങ്ങോട്ടെന്നറിയില്ല. തന്താനേ തകതാനേ തന്താനേ തകതാനേ തന്താനേ തകതാനേ തന്താനേ തകതാനേ തന്താനേ തകതാനേ തന്താനേ തകതാനേ. ഓ, ഇത് എന്നാ റിലീസ് ആവുന്നത്? ഇത് വിഷു കഴിഞ്ഞിട്ട് ട്രാക്ക് റെഡിയാണ്. ഓക്കെ. വീഡിയോ എടുത്തിട്ട് റിലീസ് ചെയ്യണോ അതോ ട്രാക്കായിട്ട് ഓഡിയോ ആയിട്ട് ആദ്യം റിലീസ് ചെയ്യണോ കൺഫ്യൂഷനിൽ ഇരിക്കുക. അല്ല, വി വാണ്ട് ദാറ്റ് വീഡിയോ. ആണല്ലേ? വരട്ടെ. ഇനി നമുക്ക് ഞാൻ നമ്മുടെ വേറെ എവിടെയും പാടിയിട്ടില്ല ഈ പാട്ട്. അടിപൊളി. ഇനി നമുക്ക് ഇന്ത്യൻ ഐഡലിലേക്ക് തിരിച്ചു പോവാം. ഈ 16ാമത്തെ സീസണിലേക്ക് എത്താണ്. യു ഹാവ് ശ്രേയ ഘോഷൽ ദേർ, വിശാൽ ദേർ, ബാച്ച ദേർ, ഓഡീഷൻ, ആ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതിന്റെ പ്രോസസ്സ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ വേറെ എവിടെ കേട്ടിട്ടുണ്ടായിരുന്നു, കുറേ ഓഡീഷൻസ് കഴിഞ്ഞിട്ടാണ് ആ ഫൈനൽ ഓഡീഷനലേക്ക് എത്തുന്നതെന്ന്. ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഇതിന്റെ കൂടെ തന്നെ ഇവരുടെ മുമ്പിൽ പാടുന്ന ഒരു ഫീലും. ഇതിന് മുന്നേ നമുക്കൊരു കുറച്ചൊരു 3 ലെവൽ ഓഫ് ഓഡീഷൻ ഉണ്ട്. അതിന്റെ ഇടയിൽ കൂടെ കുറെ കള്ളിങ് റൗണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത ആൾക്കാരെ തന്നെ അവർ നോക്കിയിട്ട് പറഞ്ഞു വിടും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ എല്ലാം ഓഡീഷനും ഞാൻ മുംബൈയിൽ തന്നെ അറ്റൻഡ് ചെയ്തത്. ഫസ്റ്റ് ഓഡീഷന് പോയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അന്ന് പോയ ദിവസം തന്നെ അന്ധേരിയിലായിരുന്നു എൻ്റെ ഓഡീഷൻ. ആ ദിവസം തന്നെ അവിടെ ഞാനൊരു 4-5 മലയാളികളെ കണ്ടായിരുന്നു ഓഡീഷന്. പക്ഷെ ഞാനവിടെ ഓഡീഷന് പോണു, എൻ്റെ ഉള്ളിൽ കയറുന്നു. എൻ്റെ ഉള്ളിൽ കുറച്ചൊരു ടീം ഓഫ് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. സോ 5 പേര് വെച്ചായിരുന്നു കേട്ടിയേ. സോ അതിൻ്റെ ഉള്ളിൽ കയറുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പാട്ട് പാടാൻ ആയിരുന്നു ചെയ്യേണ്ടത്. ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഇല്ല, അതാണ് നമ്മൾ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുവാണല്ലോ. അവ അതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഞാനായിരുന്നു ഫസ്റ്റ് നിന്ന് ആ 5 പേരിൽ. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞപ്പോൾ ഞാൻ നേരെ പാട്ടാ തുടങ്ങിയത്. അപ്പോൾ ഒരു സ്റ്റോപ്പ്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, മേഹൂം കേരള സേഹൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പിന്നെ പാട്ട് തുടങ്ങി. ആ 5 പേരിൽ നിന്ന് ഞാൻ സെലക്ട് ആയി. പിന്നെയും ഒരു റൗണ്ട് കൂടി ഉണ്ടായിരുന്നു. സോ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ ഇങ്ങനെ റൗണ്ടുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. സോ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് പിന്നെ ഫൈനൽ ഓഡീഷന് പോവാണ്. ഫൈനൽ ഓഡീഷൻ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞ ഹേറാമ പാടിയ എക്സ്പീരിയൻസ്. ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, ഹായ് ശ്രേയ മാം, ഹായ് വിശാൽ സാറ്, ഹായ് ബാദ സാറ്, ഇങ്ങനെയായിരുന്നു. അല്ലാതെ അയ്യോ ശ്രേയ മാം ഇങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ എന്താ, നമുക്ക് പാടാൻ പറ്റുന്ന ഒരു അവസരം, പാടുക, എൻജോയ് ചെയ്തങ്ങ് പാടുക, ഒന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് എന്താ ചെയ്യാനുള്ള, ഒന്നും ചെയ്യാനില്ല, അറിയാവുന്ന സാധനം പാടുക. അതിന് മുന്നേ ആ ഒരു ഓഡിഷന് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു വീക്കിൽ ഉണ്ടായിരുന്ന ഒരു പ്രിപ്പറേഷൻ, ഒരു മെന്റൽ പ്രിപ്പറേഷൻ്റെ പുറത്ത് അവിടെ പോയി നിൽക്കുകയാണ്. എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, പോയി പാടി. ഈ മെന്റൽ പ്രിപ്പറേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ദ ഹോൾ സോഷ്യൽ മീഡിയ കമന്റ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അമൃതയുടെ കോൺഫിഡൻസിനെ കുറിച്ചാണ്. ഐ നീഡ് ടു നോ അതിന്റെ റൂട്ട് എവിടെ നിന്നാന്നുള്ളത്. നാഷണൽ ടെലിവിഷൻ ആണ്, യു ഹാവ് ദ പീപ്പിൾ, സ്വപ്നം കണ്ടിട്ടുള്ള ആൾക്കാരുടെ മുമ്പിലാണ് പാട്ട് പാടുന്നത്. ദ ഹോൾ വേൾഡ് ഇസ് വാച്ചിങ് യു. അത് ഈ പറഞ്ഞ ഒരു പ്രോസസ്സാണ്, ഒരു ലോങ് പ്രോസസ് ആയിരുന്നു. പക്ഷേ ആ സ്റ്റേജിന് തൊട്ട് മുന്നേ നമ്മൾ ഒറ്റയ്ക്കാന്നൊക്കെ തോന്നുമല്ലോ നമുക്ക്, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നത്. അങ്ങനെയല്ല. ഈ കോൺഫിഡൻസ്, ഇപ്പം എൻ്റെ നിങ്ങൾ കാണുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ എൻ്റെ തോട്ട് എന്ന് പറയുന്നത് ഐ ക്യാൻ ഡു എവറിത്തിങ്, ഐ ക്യാൻ നെവർ ബി റോങ്, ഇതൊന്നും അല്ല. എൻ്റെ മനസ്സിൽ ആ സമയത്ത് പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമൃത നീ യു ഹാവ് ഓൾറെഡി ഫെയിൽഡ് ഇനഫ് ഇൻ യുവർ ലൈഫ് മെനി ടൈംസ്. ആ സമയത്തൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നീ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. പെരിഫറലി ഉള്ള കാര്യമല്ല ഞാൻ പറഞ്ഞേ. ആ സമയത്ത് നമ്മളെ കോൺഫിഡൻ്റ് ആക്കിയില്ലെങ്കിൽ വേറെ ആരും ഇല്ല, വേറെ ഒന്നുമില്ല ഈ ലോകത്ത്. അപ്പം നമുക്ക് വേറെ ഒന്നുമില്ല, ജീവിക്കണ്ടേ? അപ്പം അങ്ങനെ കയറി. കോൺഫിഡൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ പ്ലാൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതായത് ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചൊരു കാര്യമായിരുന്നു മെയ് 2021 ARR.
ഇത് എവിടെ നിന്ന് കിട്ടിയേ? റിസർച്ച്. വാവ്. ആ സോ ഒന്ന് എനിക്ക് അറിയേണ്ടത് ആ മെയ് 2021 എഴുതി വെച്ചതും ആ മെയ് 2021 ARR എന്ന ഫാക്ടർ ലൈഫിൽ വന്നതും. ആക്ച്വലി ഇത് ഞാൻ ഒരു സമയത്തൊക്കെ എല്ലാ മാസവും എഴുതും. എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഇന്ത്യൻ ഐഡൽ എന്നുള്ളത് എഴുതിണ്ടായിരുന്നോ? ഞാനൊരു വീഡിയോ പോലും എടുത്തിട്ടുണ്ടായിരുന്നു. ആ അതായത് റഹ്മാൻ സാറിനെ ഫോളോ ചെയ്യുന്ന മൊമെന്റ് ഇല്ലേ, ആ കേട്ട് കഴിഞ്ഞാൽ തള്ളാന്ന് പറയും. come on, bro. പക്ഷേ എന്റെ കയ്യിൽ ഇപ്പോഴും ആ വീഡിയോ ഉണ്ട്. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അല്ലേ? ഇല്ല, ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല അത്. ഓക്കെ. ഞാനിങ്ങനെ നമുക്കിങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആ ആഗ്രഹങ്ങൾ എഴുതി വെക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് നാച്ചുറലി നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഇൻട്രസ്റ്റുകൾ പോകുമല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ തോന്നുമല്ലോ. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് എനിക്ക് റഹ്മാൻ സാറിനെ കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഞാൻ പണ്ട് മുതലേ എഴുതുമായിരുന്നു. ഏതെങ്കിലും നിങ്ങൾ മെയ് 21 മാത്രമാണ് കണ്ടത്, ഞാൻ അല്ലാതെ ഡേറ്റുകൾ എഴുതിയിട്ടുണ്ട്. സോ അതിന് മുന്നേ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 സാർ ഒരു കണ്ടസ്റ്റ് നടത്തിയിരുന്നു. സാറിൻ്റെ ഒരു മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു കണ്ടസ്റ്റ് ചാലഞ്ച് നടത്തിയിരുന്നു. അപ്പോൾ അതിൽ ഒരു 10 പേരിൽ ഒരാളായിട്ട് സെലക്ട് ചെയ്ത് സാറായിട്ടൊരു വീഡിയോ കോളിൽ സംസാരിച്ചു. ഓക്കെ. ഈ ARR എന്നുള്ള ഫാക്ടർ, AR റഹ്മാൻ എന്നുള്ള ഫാക്ടർ പല സ്റ്റേജിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ മെയ് 2021 എഴുതി വെച്ചതും അത്തരത്തിലുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാണ്. വാട്ട് ഈസ് ARR ടു യു? ആൻഡ് ആ ഒരു ഓറ എങ്ങനെയാണ് അമൃത രാജൻ ആസ് എ പേഴ്സൺ ആൻഡ് ആസ് എ സിംഗർ ആൻഡ് ആസ് എൻ ആർട്ടിസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ആസ് എ മ്യൂസീഷ്യൻ, ആസ് എൻ ആർട്ടിസ്റ്റ്, എല്ലാവരെയും എങ്ങനെയാണോ സാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു മലയാളിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ത്യനോ എടുത്തിട്ട് റഹ്മാൻ സാറിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത് മ്യൂസിക്കലി ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് വെച്ചാൽ തന്നെയാണ് സാർ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. സാർ എന്നെ ഫോളോ ചെയ്തിട്ടുള്ളത് ഞാനൊരു ബംഗാളി സോങ് പാടിയിട്ടിരുന്നു ഇൻസ്റ്റയിലെ റീലിൽ. ആ റീല് അത്രയും ഇൻപെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വരികയാണ്. ഷൂട്ട് നല്ല ലേറ്റ് ആയിട്ടാണ് കഴിയുന്നത്. ഷൂട്ട് കഴിഞ്ഞിട്ട് അതേ മേക്കപ്പിൽ എന്ന് പറഞ്ഞാൽ മേക്കപ്പ് പകുതി റിമൂവ് ചെയ്ത് പകുതി അങ്ങനെ ഇരിക്കുക. എൻ്റെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ വന്നിരിക്കുന്ന ഞാൻ വെറുതെ എൻ്റെ ഹാപ്പിനെസ് ആണ്, എൻ്റെ സോളിനെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഇന്നർ വേൾഡിനെ ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എൻ്റെ ഇഷ്ടമുള്ള പാട്ട് പാടാന്നുള്ളത്. ഞാൻ ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ബംഗാളി സോങ് പാടാന്ന് പറഞ്ഞിട്ട് ബംഗാളി സോങ്ങിൻ്റെ സാധനം പാടുകയാണ്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണ്ട, തിരുത്തി തന്നെ എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പാടുന്ന പാട്ടാണെങ്കിൽ ഫുൾ പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്സും ഉണ്ട്. പക്ഷെ സാറ് അത് കണ്ടിട്ടാണ് എന്നെ ഫോളോ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഒരു റെക്കഗ്നേഷൻ കൂടി വന്നപ്പോൾ അതൊരു വലിയൊരു പാഠം പോലെ എനിക്ക് തോന്നി. എനിക്കൊരു കോൺഫിഡൻസ് തന്ന പോലെ സാർ ആ ഒരു മൊമെന്റിൽ എനിക്ക് ആക്ച്വലി ഒരു കിക്ക് വേണ്ട സമയമായിരുന്നു ആ സമയത്ത്, പല കാരണങ്ങൾ കൊണ്ട്. സോ സാറിന്റെ ആ ഒരു ഫോളോ ചെറിയൊരു ഇതല്ല ഉണ്ടാക്കിയേക്കുന്നത്. ആ മൊമെന്റിൽ അതും ആ റീല് ലൈക്ക് ചെയ്തിട്ട് സാർ ഫോളോ ചെയ്തപ്പോൾ ഒരു വല്ലാത്തൊരു മൊമെന്റ് ആയിരുന്നു ലൈഫിൽ. അത് എല്ലാവരും ഇതേപോലെ ഭയങ്കര ഈഗറായിട്ട് വെയിറ്റ് ചെയ്ത് ഭയങ്കര സന്തോഷത്തിൽ ഷോ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഔട്ട് ആവുന്നത്. ഞങ്ങൾ ഞെട്ടി എന്നുള്ളത്. നമുക്ക് ഇത്ര ഞെട്ടലുണ്ടെങ്കിൽ സ്ഥിരം ഷോ കാണുന്ന ആൾക്കാരെ ഞെട്ടൽ എന്തായിരുന്നു? ആ ഞെട്ടലിന്റെ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഇന്റൻസിറ്റി, അതിന്റെ ഒരു പീക്ക് വന്നത് കമന്റ് സെക്ഷൻ തുറക്കുമ്പോഴാണ്. അമൃത രാജൻ ഔട്ടായി, ഇനി നമ്മൾ ഇന്ത്യൻ ഐഡൽ കാണില്ല, ഇനി നമ്മൾ സോണി ടി വെക്കില്ല, അങ്ങനെ പറഞ്ഞ് ലോട്ട്സ് ഓഫ് കമന്റ്സ്, റിയാക്ഷൻ വീഡിയോസ് വരുന്നു, അമൃതേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല അത്രയും സ്നേഹം വരുന്നു. എന്തായിരുന്നു ആ ഒരു മൊമെന്റ്? ഇതൊക്കെ കണ്ടപ്പോ എന്ത് തോന്നി? ഞാൻ എല്ലാത്തിനും എംബ്രേസ് ചെയ്യാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടെലിവിഷനാണ് എനിക്ക് നിങ്ങളെ തന്നത്. സോ നിങ്ങളും ആ ടെലിവിഷനിൽ എൻ്റെ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഈ മൊമെന്റിനൊക്കെ എംബ്രേസ് ചെയ്യണം. എനിക്ക് അറിഞ്ഞൂടെ എന്താ സംഭവിക്കുന്നതെന്ന്, ക്ലാരിറ്റി ഞാൻ തപ്പി പോകാനും പോയിട്ടില്ല. ഞാൻ എല്ലാത്തിനും ഇങ്ങനെ എംബ്രേസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. കൊള്ളാം, ഞാൻ എൻജോയ് ചെയ്തു ആ ഒരു മൊമെന്റ്, ആ ത്രൂ ഔട്ട്. ഞാൻ മാക്സിമം അതാണ് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരുപാട് പഠിച്ചു, ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റി, ഒരുപാട് നല്ല മനുഷ്യരെ മീറ്റ് ചെയ്യാൻ പറ്റി. ഞാനിങ്ങനെ അതിനെ കാണുന്നത്, അതായത് എനിക്കുള്ള സാധനം എനിക്ക് വരും, എനിക്കല്ലാത്ത സാധനം എനിക്ക് വരണ്ട. സോ അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിട്ട് സംഭവിക്കുമായിരിക്കും. സോ ഞാൻ എല്ലാത്തിനും ഇങ്ങനെ നോക്കി കാണാതെ ഇങ്ങനെ മേളിൽ നിന്ന് ഇങ്ങനെ നോക്കുക. കൊള്ളാം, ഓക്കെ, താങ്ക് യു, ഓക്കെ. ഇത്ര ആൾക്കാർ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്തെ അതെന്താ അങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഭാഗ്യമാണ് ഷോയിൽ നിന്ന് നേരത്തെ എലിമിനേറ്റ് ആയാലും ആളുകളുടെ ഇത്രയും സപ്പോർട്ടും സ്നേഹവും കിട്ടാന്നുള്ളത്. സോ ആ ഒരു കാര്യത്തിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അതിനപ്പുറത്തേക്ക് എനിക്ക് ആ ഒരു ഇതിൽ ഒന്നും പറയാൻ അറിഞ്ഞൂടാ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഇല്ല.
കുറേ പേര് ആഗ്രഹിച്ചൊരു കാര്യമാണ് അമൃത രാജൻ ആ സ്റ്റേജിൽ ഒരു മലയാളം പാട്ട് പാടണമെന്നുള്ളത്. അതിനുള്ള പ്രൊഫഷൻ ആക്ച്വലി അവിടെ ഉണ്ടോ അങ്ങനെ? ഞാൻ ആക്ച്വലി ജയപ്രദ മാം വന്ന ദിവസം ശ്രേയ മാം പറയുന്നുണ്ട് മാമിന്റെ ഒരു മലയാളം മൂവി പാട്ടില്. അപ്പൊ ശ്രേയ മാം എന്റെ അടുത്ത് പറയുന്നുണ്ട്, എവിടെ അമൃത എവിടെ, ആ പാട്ട് ലിറിക്സ് അറിയോ, പാടാൻ പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് അപ്പൊ ഞാൻ ജസ്റ്റ് അത് നിന്ന് പാടിയിരുന്നു. അപ്പൊ ഞാൻ മാമിനോട് പറയാൻ ചെയ്തു, എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ആണ് മാമിന്റെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ സാധനം വന്നില്ല. മേ ബി എനിക്ക് റൈറ്റ്സിന്റെ ഇഷ്യൂസ് ഒക്കെ ആയിരിക്കാം. ഇങ്ങനെ ഉണ്ടല്ലോ അവരുടെ ലിസ്റ്റിലുള്ള പാട്ടല്ലേ സോണിയിൽ കാണിക്കാൻ പറ്റുള്ളൂ, അതൊക്കെ ആയിരിക്കാം. സോ നാച്ചുറലി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ബട്ട് ദർ ഇസ് നോ മൊമെന്റ്സ് ഹാപ്പൻഡ് ബൈ ഐ മീൻ പ്ലാൻഡ് ബൈ ദം. അങ്ങനത്തെ ആയിരിക്കാം. അങ്ങനത്തെയാണെന്ന് വിചാരിക്കാം. ബട്ട് ഈ മിസ് നമുക്ക് എന്താന്ന് വെച്ചാൽ ഒരു മലയാളിയോടെ പോകുന്നു, നമ്മുടെ ഒരു പാട്ടവിടെ പാടുന്നു, കൈയടി കിട്ടുന്നു. അമൃത എത്രത്തോളം പ്രൗഡായിരിക്കും അത്രത്തോളം നമ്മളും പ്രൗഡാവുന്ന ഒരു മൊമെന്റ് ആയിരുന്നു അത്. നമ്മൾ ഇനി ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. യു നീഡ് ടു ഡെഡിക്കേറ്റ് ദ സോങ് ഫോർ ദിസ് പേഴ്സൺ. അത് ഏത് പാട്ടാണെന്ന് അവരുടെ തന്നെ പാട്ട് വേണമെന്നില്ല, പക്ഷെ അവർക്ക് വേണ്ടി അമൃത രാജൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ട്. ഓക്കെ, അവരുടെ പേര് ഞാൻ പറയട്ടെ. ആദ്യം തന്നെ ശ്രേയ ഘോഷാൽ. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി പാടും ഈണം കേട്ടതില്ലേ, പനിനീർ പൂക്കൾ ചൂടി രാവുറങ്ങിയില്ലേ. ഓക്കെ, ഇനി വിശാൽ സർ. ദേഖോ ദേഖോ ഹേ ശ്യാമ ബഡി ദീവാനി. ഓക്കെ, ബാദ്ഷാ. ബാദ്ഷാ ഓ ബാദ്ഷാ, അത് ബാദ്ഷാ സാറിന്റെ പാട്ടല്ല. ബട്ട് സ്റ്റിൽ ബാദ്ഷാ സാറിന്റെ റാപ്പ് എനിക്ക് കാണാതെ ഓർമ്മയില്ല. ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ബാദ്ഷാ ഓ ബാദ്ഷാ, അത് പാടട്ടെ? ബാദ്ഷാ ഓ ബാദ്ഷാ, ബാദ്ഷാ ഓ ബാദ്ഷാ. ഇത് ആക്ച്വലി അഭിജിത്ത് സാറ് ഷോയിൽ വന്ന സമയത്ത്, അത് അഭിജിത്ത് സാറാണല്ലോ പാടിയേക്കുന്നത്. അപ്പൊ സാറ് ഷോയിൽ വരുമ്പോഴൊക്കെ ഈ പാട്ട് പാടുമ്പോ ബാദ്ഷാ സാറിന്റെ എൻട്രി ഒക്കെ ആയിരുന്നു കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ടായിരുന്നു. ഹരിഹരൻ സർ. ഉദയാ ഉദയാ ഉളരുகிறേ ഉയരാലുനയെ എഴുതുகிறேன் കാതൽ. ഓ ഓക്കെ. നൗ ലതാ മങ്കേഷ്കർ മാം. രി ഗരി ഗ സ സ സ രി 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 ഗരി ഗ സ സ സ പ മ പ ഗ മ ഗ രി രി ഗരി ഗ സ സ സ സ നി സ പ മ ഗ മ ഗ രി സ സ സ സ നി രി സ നി ധ നി ധ പ മ പ ഗ മ പ ധ നി സ നി ധ നി ധ നി ധ പ മ ഗ രി രി ഗരി ഗ സ സ സ സ നി സ പ മ ഗ മ ഗ രി. लुका छुपी बहुत हुई, सामने आ जाना, कहाँ कहाँ ढूंढा तुझे, थक गई है अब तेरी माँ, आजा सांझ हुई, मुझे तेरी फिक्र धुंधला गई, देख मेरी नजर आ जाना. ഞാൻ ഷോയിൽ പാടിയ ഒരുപാട് പാട്ട് പാടി. അതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ യേ മേരാ ദിലാണ്. ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറി പാടുന്ന ഒരു പാട്ട്, ഹിന്ദി പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യേ മേരാ ദിലാണ്. യേ മേരാ ദിൽ യാർ കാ ദീവാനാ, दीवाना दीवाना प्यार का परवाना, आता है मुझको प्यार में जल जाना, मुश्किल है प्यारे तेरा बच के जाना. അടുത്തത് എ ആർ റഹ്മാൻ സർ. पहली ही नजर में कुछ हम कुछ तुम हो जाते हैं यूं, नैनों से बरसे रिम झिम हम पे प्यार का सावन, शर्म थोड़ी थोड़ी हमको आए तो नजरें झुक जाए, सितम थोड़ा थोड़ा हम पे शोख हवा भी कर जाए, ऐसी चली आंचल उठे दिल में एक तूफान उठे, हम तो लुट गए खड़े ही खड़े, कन्नाड़
പോർഷൻ ഹെഡ്സെറ്റ് വെച്ച് കേട്ട് കഴിഞ്ഞാണല്ലോ. താങ്ക് യു. ഓക്കെ, അടുത്തത് രണ്ടുപേരും കൂടി ഉണ്ട്. കവിത കൃഷ്ണമൂർത്തി മാം. निबुड़ा 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 अरे काचा काचा छोटा छोटा निबुड़ा आई दो अरे लाई दो लाई दो लाई दो अरे लाई दो लाई दो लाई दो निबुला आई दो. കേശിത്ര. ചൂളമടിച്ചു കറങ്ങി നടക്കും ചോലക്കുയിലിനു കല്യാണം. ആറ്റിലൊളിച്ചു കളിക്കണ നീനെ കാറ്റ് കുറുകുഴലൂതണ കാറ്റ്. ആറ്റിലൊളിച്ചു കളിക്കണ നീനെ കാറ്റ് കുറുകുഴലൂതണ കാറ്റ്. കാൽത്തള കെട്ടി കൈവള ചാർത്തി കല്യാണത്തിന് കൂടേണ്ടേ. ഓ സുജാത മാം. സുജാത മാമിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മുന്നത്തെ റിയാലിറ്റി ഷോയില്, മലയാളത്തിലെ ഫസ്റ്റ് റിയാലിറ്റി ഷോയില് ജഡ്ജായിരുന്നു, മെന്ററായിരുന്നു. പേഴ്സണലി ഭയങ്കര കണക്റ്റഡ് ആണ്. ഷീ സോ ഹാപ്പി ഫോർ യു ഇപ്പൊ ഇവിടെ നിൽക്കുന്ന സമയത്ത്. എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ്, എനിക്കൊരു എന്താ ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തതാണ്. ഈ പറഞ്ഞ പോലെ കേസര വൈറലായല്ലോ, ആ വീഡിയോ കണ്ടിട്ട് മാം മെസ്സേജ് അയച്ചു, എന്നിട്ട് വിളിച്ചു, കുറെ നേരം സംസാരിച്ചു. ബ്ലെസ്സിങ്സ് ആണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും വലിയൊരു ആർട്ടിസ്റ്റ്, ഞാനൊരു ഷോയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നുള്ള ഓർമ്മയിൽ ആ ഒരു കരുതലിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ആ കോളിൽ ഫുള്ള് കരയുമായിരുന്നു. നമ്മുടെ ഒരു സ്ഥലത്ത് എത്തുന്നു, റെക്കഗ്നേഷൻ കിട്ടുന്നു എന്നതിൽ നമ്മളത്രയും ഇങ്ങനെ നോക്കി കാണുന്ന ആളും അതിൽ ഹാപ്പി ആവുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. ആ രീതിയിൽ എനിക്ക് മാമിനോട്, ഞാൻ സുജുമാന്ന് വിളിക്കും, ഇടയ്ക്ക് സുജുമാന്ന് വിളിക്കും, ഇടയ്ക്ക് മാം വിളിക്കും. എനിക്കിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ സുജുമാന്ന് വിളിക്കുന്നതാണ്, പക്ഷെ എനിക്കിപ്പോഴും മാം തന്നെയാണ്. ഇപ്പോഴും ആ റെസ്പെക്ട് ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ മകൾ സമ്മാനം ഇങ്ങ് തരാൻ മേലേ തങ്കനിലാക്കിണ്ണം കുനുകുനെ നിൻ ചെറുമറുകിൽ ചാർത്താം ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പണിന്നു തരുന്നത് തൂമിന്നൽ തട്ടാൻ. ഓ ഇപ്പം ഈ ഇരിക്കുന്ന ഒരു ജോളി മൂഡ്, ഈ കോൺഫിഡൻസ്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പക്ഷെ കോഴിക്കോട് ബി ഫാമിന് പഠിക്കുന്ന ഒരു അമൃതയുണ്ട്. ആ സമയത്ത് പാട്ടുകൾ പാടുന്ന ഒരു അമൃതയുണ്ട്. അന്ന് റിയാലിറ്റി ഷോസ് ഇല്ല, ഈ പറഞ്ഞ സ്റ്റാർഡം ഇല്ല, ഈ പറയുന്ന ഫാൻ മൂമെന്റ്സ് ഇല്ല. ഇതേപോലെ പാട്ടൊന്ന് കൂടെ പാടട്ടെ എന്ന് ചോദിക്കുന്ന വളരെ നമുക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ആ ഒരു അമൃതനെ ഈ അമൃത ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അമൃത കാണാണ്. വാട്ട് ഈസ് വൺ അഡ്വൈസ്, what is the one motivation that you would give her? വാലിഡേഷൻ സീക്ക് ചെയ്യണ്ട അമൃത ഞാൻ പറയും. വാലിഡേഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നീ ഇപ്പോൾ ചെയ്യണ പ്രോസസ്സ് ഉണ്ട് പഠിക്കുക എന്നുള്ളത്, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. വാലിഡേഷന് വേണ്ടി ഒന്നും ചെയ്യണ്ട, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യും. യുവർ കൈൻഡ് ഓഫ് പീപ്പിൾ വിൽ കം ടു യു എനിവേ. ലൈഫിൽ ലെറ്റ് ഗോ ചെയ്യുക, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ഗോ, ഡു യുവർ തിങ്, അത്രേ ഉള്ളൂ. നമുക്കുള്ളത് നമുക്ക് വരും. ഇത്രയും ഈ ഒരു ജേർണിയിൽ ഈ കാര്യമൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ ഇമോഷണലി നമ്മളെപ്പോഴും ഈ ഹൈ പോയിന്റിൽ ഇരിക്കണം എന്നില്ല. വിൽ ഫീൽ ലോ, നമുക്ക് നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യും, ആം ഐ ഡൂയിങ് കറക്റ്റ്, ഞാൻ റിസ്ക് എടുക്കുന്നുണ്ടോ, ഇത് എന്നെ എവിടെ എത്തിക്കും എന്നുള്ള ഭയങ്കര നമ്മളെ ഇമോഷണലി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകും. ആ ഒരു സെൽഫ് ഡൗട്ടിനെ ഈ അങ്ങനത്തെ വരുന്ന പോയിന്റില് അമൃത എടുക്കുന്ന ഒരു മന്ത്ര എന്തായിരിക്കും? അത് ഇത് തന്നെയാണ്, ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളത്. ബട്ട് സ്റ്റിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രശ്നങ്ങൾ വരും, അത് സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഹാപ്പിനെസ് ലൈഫിൽ. അപ്പം ബെറ്റർ പ്രോബ്ലംസ് സെലക്ട് ചെയ്യാന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്. ആ ബെറ്റർ പ്രോബ്ലംസിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് മ്യൂസിക് ചൂസ് ചെയ്തത്. നമ്മളിപ്പോൾ കാണുന്ന ഒരു അമൃതയുണ്ട്, സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളാണ്, നമുക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ കാണുന്ന ഒരു അമൃതയുണ്ട്. അത് നമ്മൾ ഓൺ സ്റ്റേജ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലൈറ്റ് കാണുന്ന ഒരു അമൃതയാണ്. ഈ അമൃതയും ഇതൊന്നും ഇല്ലാത്ത സമയത്തുള്ള ഒരു അമൃതയും ഒരുപോലെയാണോ? ഇപ്പൊ ഇന്ദ്രന്റെ അടുത്ത് ഇത്രയും നേരം സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, ആ വൈബാണ് ഇത്. ഇപ്പോ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ബഹളം വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇവക്കെന്താ പ്രാന്തോ എന്ന് ചോദിക്കൂലേ? അത്രേ ഉള്ളൂ. എല്ലാ മനുഷ്യരും നമ്മളൊരു കല്യാണ വീട്ടിൽ നിൽക്കണ പോലെ അല്ലല്ലോ മരിച്ച വീട്ടിൽ നിൽക്കുമ്പോ, ആ വ്യത്യാസമുണ്ട്.
ഇപ്പം ഒരുപാട് സോങ്സ് കഷ്ടപ്പെട്ട് പഠിച്ച് പാടുന്നുണ്ട്, എൻജോയ് ചെയ്ത് പാടുന്നുണ്ട്, വി ലവ് ദറ്റ് വൈബ് ഓൺ സ്റ്റേജ്. ഇതിൽ പഠിച്ചതിൽ ഭയങ്കര ടഫായിട്ട് കുറേ എഫേർട്ട് ഇട്ട് പഠിച്ചൊരു പാട്ട് ഏതാ? എഫേർട്ട് ഇട്ട് പഠിച്ച പാട്ട് എല്ലാത്തിനും അതിൻ്റെതായ ചാലഞ്ചസ് അതിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട്. അതിപ്പോൾ പാട്ടായിട്ട് തന്നെയാണെന്നല്ല ഞാൻ പറയുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട്. ചിലപ്പോൾ പാടുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ 2 ദിവസം നമുക്ക് റെസ്റ്റ് ഇല്ലാതെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഷൂട്ടിന് പോകേണ്ടി വരും. അപ്പം നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട പാട്ട് ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പാടുന്നതിൻ്റെ തലേ ദിവസമായിരിക്കും ചിലപ്പോൾ ബാൻഡിൻ്റെ അറേഞ്ച്മെന്റ് എന്തെങ്കിലും മാറ്റം വരുത്തുന്നത്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടിയത് ഹേറാമയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ആഴ്ചയിൽ ഇങ്ങനെ പാക്ഡ് ആയിട്ട് പോവുകയാണല്ലോ. അപ്പൊ ഈ പാട്ട് ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാ പോയെ ഹേറാമ. അത് ഒരു 1 വീക്കിന്റെ ഒരു പ്രിപ്പറേഷൻ ടൈം ഉണ്ടായില്ലേ? താങ്ക് യു സോ മച്ച് അമൃത. ഇത് എനിക്ക് ആക്ച്വലി ഒരു ഫാൻ മൂമെന്റ് ആണ്. ഒരുപാട് പേർക്ക് ഫാൻ മൂമെന്റ് ആണ് ഇതേപോലെ അമൃതയുടെ പാട്ട് കേൾക്കുക, അമൃതയുടെ വിശേഷങ്ങൾ തന്നെ സൈഡിൽ നിന്ന് അറിയാന്നുള്ളത്. ആൻഡ് ലാസ്റ്റായിട്ട് ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ ഐഡൽ സ്റ്റേജ് അമൃതയ്ക്ക് തന്ന ഒരു ബിഗ്ഗസ്റ്റ് ലൈഫ് ലെസൺ എന്താണെന്ന് വെച്ചാൽ എന്താ പറയും? നമ്മുടെ ലൈഫിൻ്റെ തന്നെ ഒരു ഗോളായിട്ട് നമ്മൾ എടുക്കേണ്ടത്, ഏതൊരു ഹൈ പ്രഷർ എൻവയോൺമെൻ്റ് ആയിക്കോട്ടെ, ആ ഒരു സമയത്ത് നമ്മുടെ നെർവസ് സിസ്റ്റം നമുക്ക് സ്റ്റേബിളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് വയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മളെ എവിടെയെങ്കിലും എത്തിക്കണത് എന്നുള്ളൊരു റിയലൈസേഷൻ വന്നു. അപ്പം അതിനേക്കുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ വന്നോളൂ അത് ചെയ്ത് കഴിഞ്ഞാൽ. ആ നെർവസ് സിസ്റ്റത്തിനെ സ്റ്റേബിൾ ആക്കാനുള്ള പരിപാടികൾ നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിക്കുക എന്ന് പറഞ്ഞാൽ ടെൻഷൻ വരുമ്പോൾ ടെൻഷൻ അടിച്ചോ, അതിനെങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കരുത്. ടെൻഷൻ വരുമ്പോൾ ഇല്ല അമൃത നിനക്ക് പേടിക്കാൻ പറ്റില്ല എന്ന് പറയണ്ട, പേടിച്ചോട്ടെ, അവിടെ ഇരുന്ന് പേടിക്കുക, കുറച്ചു നേരം ഹാർട്ട് ബീറ്റ് കൂടിക്കോട്ടെ, കൈ വിറക്കി, പക്ഷേ ആ കൈ വിറച്ചാലും ഞാൻ അവിടെ പോയി ചെയ്യും, ഇതൊന്നും എൻ്റെ പെർഫോമൻസിനെ ബാധിക്കൂല എന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ട് അവിടെ പോയി നിൽക്കുന്ന ഒരു നിപ്പുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒരു ട്രാൻസിലേക്ക് പോയിട്ട് അവിടെ പാടി കഴിഞ്ഞ് കഴിയുമ്പോൾ പാടുന്നത് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷേ നമ്മൾ എൻജോയ് ചെയ്താണ് പാടുന്നത്, നമ്മൾ നമ്മുടെ സോളിലേക്ക് കണക്ട് ചെയ്താൽ പാടുന്നത്, അത്രേ ഉള്ളൂ. അതെ, അങ്ങനെ ഒരുപാട് പേരുടെ സോളിലേക്ക് കണക്ട് ആയിട്ടുള്ള ഒരാളാണ്. താങ്ക് യു സോ മച്ച് അമൃത. ഇറ്റ് വാസ് എ പ്ലഷർ ഹാവിങ് യു ഓൺ ദ ഗ്രേറ്റ് ഇന്ദ്രൻ സർക്കസിന്റെ 2nd എപ്പിസോഡിൽ. അമൃതയ്ക്ക് സ്മെല്ല് എത്രത്തോളം ഇഷ്ടമുള്ള ഒരാളാണ്? ഫ്രാഗ്രൻസസ് എനിക്ക് ഇഷ്ടമാണ്. എത്ര കളക്ഷൻ ഉണ്ട്? പെർഫ്യൂംസ് 1, 2, 3 ഉണ്ട്. ഓക്കെ, ആ കളക്ഷനിലേക്ക് ഒരു പേഴ്സണലൈസ്ഡ് പെർഫ്യൂമും കൂടെ ആയാലോ? ഈ പേഴ്സണലൈസേഷനിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് ഞാൻ തന്നു കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ. സോ ഈ പേഴ്സണലൈസേഷൻ ഇസ് ഫ്രം MYOP, മേക്ക് യുവർ ഓൺ പെർഫ്യൂമിന്റെ അമൃത രാജിന് വേണ്ടിയിട്ട് സ്പെഷ്യലി അവർ പേഴ്സണലൈസ് ചെയ്ത ഒരു ഗിഫ്റ്റ് ആണ്. ഓക്കെ. ട്രൈ ചെയ്ത് MYOP അല്ലേ? MYOP, മേക്ക് യുവർ ഓൺ പെർഫ്യൂം. MYOP, ദിസ് ഈസ് മൈ ലോലോ ലവ്. താങ്ക് യു സോ മച്ച്. ബട്ട് ബിഫോർ യു ലീവ്, നമുക്ക് ആ ഓഡീഷന് പാടിയ പാട്ട് ഒന്ന് പാടിത്തരുമോ? ഹൈറാമാ യേ ക്യാ ഹുവാ ക്യോ ऐसे हमें सताने लगे तुम इतनी प्यारी हो सामने हम काबू में कैसे रहे जाओ हमको तो आती शर्म है तेरी ऐसी अदा पे तो फिदा हम है रामा ये क्या हुआ क्यों ऐसे हमें सताने लगे तुम इतनी प्यारे हो सामने हम काबू में कैसे रहे. അടിപൊളി. താങ്ക് യു. ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ള, ഒരുപാട് പേർക്ക് കോൺഫിഡൻസ് കൊടുക്കുന്ന അമൃത, ഫ്ലൈ ഹൈ. വി ആർ എക്സ്പെക്ടിങ് മോർ ഫ്രം യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഇന്റർവ്യൂ ആണ്. താങ്ക് യു സോ മച്ച്. ദ ഹോൾ ക്രൂ കിടിലാണ് നിങ്ങൾ. ഭയങ്കര അടിപൊളി. താങ്ക് യു. താങ്ക് യു സോ മച്ച്.